വായുവിലൂടെ സഞ്ചരിക്കുന്ന പ്രകാശം വെള്ളത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിന്റെ സ്പീഡ് കുറയും. അതാണ് അപവർത്തനം. അത് കാരണമാണ് നമ്മൾ വെള്ളത്തിൽ എന്തെങ്കിലും വടികളൊക്കെ കുത്തി വെച്ചാൽ അതിന് വളർന്നതായിട്ട് തോന്നാനുള്ള കാരണം. അതുപോലെ ആഴം കൂടിയ വെള്ളത്തിൽ അടുത്തിട്ട് അടുത്തായിട്ട് തോന്നാനുള്ള കാരണം അതിനാണ്. അപ്പൊ അതുപോലെ അതേ പ്രകാശം ഒരു റൗണ്ട് ഗ്ലാസ്സിലൂടെ പ്രവേശിക്കുമ്പോൾ അതിന്റെ പുറകിലൊരു വസ്തു നമ്മൾ എങ്ങനെ കാണും നമുക്ക് നോക്കാം. നമ്മൾ ഗ്ലാസ് വെക്കുന്നുണ്ട്. പിന്നെ 2 ആരോ മാർക്ക് ഉണ്ടോ, ഒരേ ദിശയിലേക്ക് വെച്ച 2 ആരോ മാർക്കുകളാണോ. ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടലാസിൽ നിന്ന് മടക്കുന്നുണ്ട്, കാല് പോലെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഈ ആരോ മാർക്ക് നമ്മൾ ഈ ഗ്ലാസിന്റെ ഏകദേശം ഒരു 3-4 ഇഞ്ച് വ്യത്യാസത്തിൽ ഇവിടെ ഇങ്ങനെ വെക്കാം. നമുക്ക് ഒരേ ദിശയിലേക്ക് വരച്ച 2 ആരോ മാർക്കുകൾ കാണുന്നുണ്ടാവും. നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് ഒന്ന് വെള്ളം ഒഴിച്ചു നോക്കാം. അതായത് 2 വിരകൾക്ക് അടിയിൽ വെള്ളം ഒഴിച്ചു നോക്കാം. രണ്ട് ലൈനും വ്യത്യസ്ത കാണാൻ വേണ്ടിയിട്ട് പകുതിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കണ്ടോ, ഒരു ആരോ മാർക്ക് എതിർദിശയിലേക്കൊക്കെ കണ്ടോ. അത് രണ്ടിന്റെ അടിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടോ. നമ്മൾ ഫുള്ളായിട്ട് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇത് രണ്ടും എതിർദിശയിലേക്കാണ് പോകട്ടോ. അല്ലേ, വ്യത്യാസം മനസ്സിലായില്ലേ? അതായത് നമ്മൾ വരച്ചിട്ടുള്ള ദിശയിൽ നിന്ന് മാറിയിട്ടാണ് നമുക്ക് ഇത് കാണാൻ കഴിയുന്നത്. അതായത് റൗണ്ട് ഗ്ലാസ്സിലാണ് പിന്നെ വെള്ളത്തിൽ പ്രകാശം സഞ്ചരിച്ചാൽ ഇതിന്റെ സ്പീഡ് പറ്റ കുറഞ്ഞ് എതിർദിശയിലേക്ക് സഞ്ചരിക്കും. അതായത് ക്രോസിംഗ് ആണ് പോകുന്നത്. അപ്പൊ ഒരേ ദിശയിൽ നിന്ന് മറ്റു ദിശയിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് രണ്ടും വ്യത്യസ്ത ദിശയിലേക്ക് കാണണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. യൂട്യൂബിൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിൽ അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്യുന്ന ആളുകൾ കാണുന്ന ആളുകൾ നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത്.